ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയം നമുക്കറിയാം ഡെയിലി അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് പണ്ടത്തേനേക്കാളും മെച്ചപ്പെടുത്തി പുതിയ പുതിയ ഓപ്ഷൻസ് ഓരോരോ ദിവസം കൊണ്ടുവരുന്നുണ്ട്. പല ഓപ്ഷൻസ് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പല ആളുകൾക്കും പെട്ടെന്ന് ഓപ്ഷൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ വാട്സപ്പ് ബീറ്റ വേർഷനിലേക്കാണ് അയക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് സാധാരണ ആളുകൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ബീറ്റ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബീറ്റ വേർഷൻ അവർ കൊടുക്കുന്നില്ല. ആർക്കും അവർ ബീറ്റ വേർഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്നും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്ക് വരുന്ന ഓപ്ഷൻസ് തന്നെ ചില ഓപ്ഷൻസ് ഒക്കെ ഒരു ഓപ്ഷന്റെ ഉള്ളിലാണ് മറ്റൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോഴും പലർക്കും ഈ ഒരു ഓപ്ഷൻ അറിയില്ല. അറിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഓപ്ഷന്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. കാരണം പ്രത്യേകിച്ചും നിങ്ങൾക്ക് അയക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ആരയച്ചു, എപ്പോഴയച്ചു, എങ്ങനെ അയച്ചു ഒന്നും നമുക്ക് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കറിയാം വാട്സപ്പിൽ വന്നിരിക്കുന്ന പല അപ്ഡേറ്റ്സ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാനൊരു അടിപൊളി അപ്ഡേറ്റ് പറഞ്ഞുതരാം. വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രൊഫൈലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും വരാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു സിസ്റ്ററുടെ തന്നെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് പല ഇമേജുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് വന്നിട്ടുണ്ട്, വീഡിയോസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് ആരാണ് അയച്ചത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇത് ഞാൻ മറ്റൊരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് അയച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മളെ വാട്സപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓള് അൺറീഡ് ഗ്രൂപ്പ്സ് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇത് ഇവിടെ ഒന്നല്ല കാണുന്നത്, അത് ഈ സെർച്ച് ബട്ടന്റെ ഉള്ളിലാണ് ഈ ഒരു ഓപ്ഷൻസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നോക്കിയാൽ അത് കാണില്ല. അപ്പോൾ സെർച്ച് ബട്ടന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ആ കേഴ്സർ ഒന്ന് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അൺറീഡ്, ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താഴെയല്ല നോക്കേണ്ടത്, ഏറ്റവും ടോപ്പിൽ ആ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ അൺറീഡ്, ഫോട്ടോസ്, വീഡിയോസ്, ലിങ്കുകൾ, GIF ഇമേജുകൾ കാണാം, ജിഫ്, അതുപോലെ തന്നെ ഓഡിയോ, ഡോക്യുമെന്റ്സ്, പോളുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പോൾ ഞാൻ ആ ഫോട്ടോസിലൊന്ന് ആദ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ റീസെന്റ്, അതായത് ഏറ്റവും നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഫോട്ടോസാണ്. ഇവിടെ നമുക്ക് ടൈറ്റിൽ കാണാം ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം നമുക്ക് വന്നിരിക്കുന്ന ഫോട്ടോകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു 3 ലൈൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആരാണ് അയച്ചത്, എന്നാണ് അയച്ചത്, ഏത് ദിവസമാണ് അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏത് നമ്പറിനാണ് വന്നതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അൺനോൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ഫോണിലേക്ക്, നമ്മുടെ വാട്സപ്പിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് അയക്കുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സെയിം നമ്പറിൽ നിന്ന് അയക്കുന്നതാണ് വരുന്നത്. ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ പേര് കാണിക്കുന്നുണ്ട്. അപ്പം ആരാണ് നമുക്ക് അയച്ചതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കാരണം കുറച്ച് കാലം മുന്നേക്ക് അയച്ച ഫോട്ടോസൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്കൊന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ അവിടെ സെർച്ച് ബട്ടണും നമുക്കുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ രണ്ടാമത് കാണിച്ചു തരുന്നത്, ഇവിടെ സെർച്ച് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസിന്റെ തൊട്ട് എടുത്ത് ഇവിടെ അൺറീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിച്ചു തരാം. ഈ അൺറീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ, അതായത് നമ്മുടെ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്സിലേക്ക് വന്നിരിക്കുന്ന ചാറ്റുകൾ, നമ്മൾ കാണാത്ത ചാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അതിന്റെ തൊട്ട മുകളിലായിട്ട് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വേണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ വീഡിയോസ് ആണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് ഓപ്ഷനാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വീഡിയോസ് അയച്ചിട്ടുണ്ടാവും. നമുക്കൊരു ഓർമ്മയുണ്ടാവും ഇന്ന ഫ്രണ്ട് നമുക്ക് അയച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ആരാണെന്നുള്ളതോ എപ്പോഴാണ് അയച്ചതെന്നോ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വീഡിയോസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ സെർച്ചിൽ ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചിരിക്കുന്ന ഡേറ്റ്, ഏത് നമ്പറിനാണ് അവർ അയച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത് ലിങ്കുകളാണ്. നമ്മൾക്ക് ആർക്കെങ്കിലും ലിങ്കുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് GIF ഇമേജുകൾ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ പല ഒക്കേഷൻസിനും, ബർത്ത്ഡേ അങ്ങനെയുള്ള ഒക്കേഷൻസൊക്കെ നമ്മൾ ഫ്രണ്ട്സിന് അയച്ചതും ഫ്രണ്ട്സ് നമുക്ക് അയച്ച GIF ഇമേജുകളൊക്കെ നമുക്കതിൽ കാണാം. അടുത്ത ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഓഡിയോ ആണ്. മറ്റാരെങ്കിലും നമുക്ക് ഓഡിയോ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവും അയച്ചത്. അപ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത്, അതുകൊണ്ടാണ് വാട്സപ്പ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ആ സെർച്ച് ബട്ടണിൽ ഓഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ നമുക്ക് എടുക്കാൻ സാധിക്കും.
ഇനി അതിൻ്റെ അടുത്തുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണിക്കുന്ന ഡോക്യുമെന്റ്സ്. ചില ഡോക്യുമെന്റ്സുകളൊക്കെ PDF ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് നമുക്ക് അയക്കാറുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് പലരും അയക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ അതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്, ആരാണ് അയച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ടോപ്പിലുള്ള ആ സെർച്ച് ഓപ്ഷനിലും നമുക്ക് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. ഇനി ലാസ്റ്റിലേക്ക് കാണിച്ചു തരുന്നത് ഇവിടെ വന്നിരിക്കുന്ന പോൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, ആരാണ് ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലർക്കും നമുക്ക് അതിൽ വോട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പം ഇത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ പലരും കാണാത്തത് ഇത് ഇതേപോലെ ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. കാരണം നമുക്ക് ആ സെർച്ച് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഓപ്ഷൻസ് പുറത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.